ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കടച്ചക്ക തോരനാണ്. കടച്ചക്കയെന്നും ചീമച്ചക്കയെന്നും ഇതിൻ്റെ പേര് പറയാറുണ്ട്. ഈ ചീമച്ചക്കയിൽ ഇത് എടുത്തിരിക്കുന്നത് ഒരു മുറി ചീമച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി അരിഞ്ഞ് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഉപ്പുവെള്ളത്തിലിട്ടില്ല എങ്കിൽ ഇത് കറുത്തു പോകും. ഉപ്പുവെള്ളത്തിൽ നിന്ന് വാരിയെടുത്തത് ക്ലീനാക്കി വെച്ചേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന അരപ്പ് കൂട്ട്: തേങ്ങ, കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്, ചുവന്നുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, സ്വല്പം ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം തീ കത്തിച്ച് ചട്ടി എടുത്തിട്ട് വയ്ക്കുക. ചട്ടി എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ് ഞാൻ ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഈ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഈ ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. എന്നിട്ട് എല്ലായിടത്തും ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഈ പാത്രത്തിലേക്ക് ഞാൻ സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്തിരി വേണ്ട, സ്വല്പം. ഇത്തിരി ഒഴിക്കണ്ട, അളിഞ്ഞു പോകും. സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി നമുക്ക് ഇത് മുക്കി ഒന്ന് അടച്ചു കൊടുക്കാം. ഇത് നമുക്ക് തീ സ്ലോയി കൊടുത്താൽ മതി. ഇത്തിരി ഹൈ കൊടുക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ചെറുതായിട്ട് ഇവിടുന്ന് വേകട്ടെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ അടി പിടിച്ചെങ്കിൽ എന്താ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്നിച്ച് കൊടുക്കും. ശേഷം വെന്തോ എന്ന് നോക്കിയിട്ട്, ഇത് പറ്റുമ്പോൾ വെന്തോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കടച്ചക്ക തോരൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്ക് ലൈക്കായിട്ടും സപ്പോർട്ടായിട്ടും എന്നെ സഹായിക്കുക. താങ്ക് യു.